സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. PPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ 16 പൈസ വർധനവ്, അത് BPLകാർക്കും ഈ നിരക്ക് വർധന ബാധകമാണ് എന്ന് പറയുന്നു. നേരത്തെ മന്ത്രി നമ്മളോട് പറഞ്ഞത് ജനങ്ങൾക്ക് ഇത് തിരിച്ചടിയാകാത്ത തരത്തിലേക്കാകും എന്നുള്ളതാണ്. പക്ഷേ അതല്ല എന്നത് വ്യക്തമാകുന്നു. മറ്റൊന്ന്, അടുത്ത വർഷം ഏപ്രിലിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന്. വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ, നിരക്ക് വർധന എന്തായാലും ജനങ്ങൾക്കത് ബാധ്യതയാകും. മന്ത്രി പറയുന്നത് മന്ത്രിയുടെ ന്യായീകരണമാണെങ്കിൽ പോലും എന്തായാലും നിലവിൽ നമുക്ക് നിരക്ക് വർധന അതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് പ്രാഥമികമായി വിലയിരുത്തിയാൽ ഇപ്രകാരമാണ്. അതായത് 16 പൈസയാണ് യൂണിറ്റിന് വർദ്ധിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ വന്നു. അത് 2025-26 കാലഘട്ടം, അതായത് ഏപ്രിൽ മുതൽ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഈ 16 പൈസയിൽ നിന്ന് വീണ്ടും ഉയർന്ന് വീണ്ടും 12 പൈസ കൂടി ഉയരും. അതായത് 2025 ഏപ്രിൽ ആകുന്നതോടുകൂടി നിരക്ക് വർധന 28 പൈസയായി. ഇപ്പോൾ 16 പൈസ ഉയരുന്നു ഇപ്പോൾ ഉള്ളതിന്, അതിൻ്റെ മുകളിൽ 28 പൈസയായി വീണ്ടും ഉയരും. അതിനുശേഷം 2026-27 കാലഘട്ടത്തിൽ ഉയർത്താനുള്ള നിരക്ക് 9 പൈസയായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് നിലവിൽ പ്രാഥമികമായി യൂണിറ്റിൻ്റെ നിരക്ക്. അതുകൂടാതെ ഫിക്സഡ് ചാർജ് ഉണ്ട്. ഫിക്സഡ് ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജ് നിലവിൽ 40 യൂണിറ്റ് വരെ ഫിക്സഡ് ചാർജ് ഇല്ല. 40 യൂണിറ്റിന് മുകളിൽ 50 യൂണിറ്റ് വരെ, അതായത് 0 മുതൽ 50 യൂണിറ്റ് വരെ നിലവിൽ 40 രൂപയാണ് ഫിക്സഡ് ചാർജ്. അത് അടുത്ത വർഷം, അതായത് 2024 അത് ഇത്തവണ കൂട്ടിയിരിക്കുന്നത് 5 രൂപയാണ്. അതായത് നേരത്തെ 40 രൂപയായിരുന്നു, അത് 45 വരുന്നു. 2025-26 കാലഘട്ടത്തിലാവുമ്പോൾ അത് വീണ്ടും ഉയരും. അതായത് 50 രൂപ, ആദ്യം 40, ഇപ്പോൾ 45, ഇനി വരാൻ പോകുന്നത് 50 രൂപയായി ഉയരും. അതുകൂടാതെ 51 യൂണിറ്റ് മുതൽ 100 യൂണിറ്റ് വരെ ഗാർഹിക ഉപഭോഗമുള്ള കസ്റ്റമറിന് നിലവിൽ 65 രൂപയാണ് ഫിക്സഡ് ചാർജ്. അത് 10 രൂപ ഉയർത്തി 75 രൂപയായി ഉയർത്തിയിരിക്കുന്നു. അത് അടുത്ത വർഷമാകുമ്പോൾ 85 രൂപയായി മാറും. കൂടാതെ 101 ചാർജ് മുതൽ 150 വരെയുള്ള യൂണിറ്റ് ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിലവിൽ 85 രൂപയാണ് ഫിക്സഡ് ചാർജ്. അത് 95 രൂപ, അതായത് 10 രൂപ ഫിക്സഡ് ചാർജ് കൂടുന്നു. ഒപ്പം അടുത്ത വർഷമാകുമ്പോൾ അത് 105 രൂപ എന്ന നിലയിൽ ഉയരും. കൂടാതെ 151 മുതൽ 200 യൂണിറ്റ് വരെ ഒരു മാസം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിലവിൽ 120 രൂപയാണ് ഫിക്സഡ് ചാർജ്. അത് 130 ഉയരും. അടുത്ത വർഷം അത് 140 ഉയരും. 201 മുതൽ 250 വരെ യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് 130 നിലവിലെ ഫിക്സഡ് ചാർജ്. അത് അടുത്ത വർഷമാകുമ്പോൾ അത് 145, അത് 15 രൂപ ഉയരാൻ പോകുന്നു. ഒപ്പം തൊട്ടടുത്ത വർഷമാകുമ്പോൾ 160, അത് വീണ്ടും 15 രൂപ ഉയർന്ന് 2025-26 ആകുമ്പോൾ അത് 160 ഉയരും. എന്തായാലും 500 മുകളിൽ, അത് ഏറ്റവും ഉയർന്ന ഫിക്സഡ് ചാർജും ഏറ്റവും ഉയർന്ന നിരക്കും ബാധകമാകാൻ പോകുന്നത് ഈ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരാണ്. അത് ഇപ്രകാരമാണ്. 500 യൂണിറ്റ് വരെ. നേരത്തെയൊക്കെ നമ്മൾ അറിഞ്ഞത് അടുത്ത മാസം മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നേക്കും എന്ന തരത്തിലേക്ക് പ്രഖ്യാപനം ഇന്ന് നടത്തുമെന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ മാസം തന്നെ, അതായത് മുൻകാല പ്രാബല്യത്തോടെ വർധന നടപ്പാക്കിയിരിക്കുന്നു എന്നാണോ? തീർച്ചയായും. ഇപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നത് പോലെയല്ല. ഇന്നലെ നമ്മൾ ഉപയോഗിച്ചതിനും ഇതേ നിരക്ക്, അതായത് 16 പൈസ എന്ന നിരക്ക് യൂണിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ യൂണിറ്റിനും 16 പൈസ എന്ന നിലയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഈ നിരക്ക് വർധന നിലവിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അടുത്ത ബില്ലിനൊപ്പം ഈ ചാർജും, അതായത് ഫിക്സഡ് ചാർജും വരും. ആ ഫിക്സഡ് ചാർജും അടുത്ത ബില്ലിനൊപ്പം വരും. ഫിക്സഡ് ചാർജിലുണ്ടാകുന്ന മാറ്റവും കൃത്യമായി പ്രതിഫലിക്കും. നിലവിൽ 40 യൂണിറ്റ് വരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഒരു മാസം ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ അളവ് 40 യൂണിറ്റ് ആണെങ്കിൽ അവർക്ക് ആ യൂണിറ്റിൽ മാറ്റമില്ല. പക്ഷേ 40 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ അവർക്കും ഈ നിരക്ക് വർധന ബാധകമായി വരും. ഒപ്പം മറ്റ് വിവിധ ഘടകങ്ങളുണ്ട്. എന്തായാലും അതിലേക്ക് പിന്നീട് വരാം. എന്തായാലും ഈ രീതിയിൽ ഫിക്സഡ് ചാർജ്, അതായത് KCB ആവശ്യപ്പെട്ടിരുന്നത് 37 നിലവിൽ ആവശ്യപ്പെട്ടിരുന്നത് 37 രൂപയാണ്. എന്തായാലും 37 പൈസയാണ് ഒരു യൂണിറ്റിന് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും അത് അംഗീകരിച്ച് കൊടുത്തില്ല. ഒപ്പം അത് 16 അടുത്ത വർഷം 12 അതിൻ്റെ അടുത്ത വർഷം, അതായത് 2026-27 കാലഘട്ടത്തിൽ 9 രൂപയും എന്ന നിലയ്ക്ക് 3 വർഷത്തേക്കുള്ള ചാർജ് ഇപ്പോൾ ഫിക്സഡ് ആയിരിക്കുന്നു. എന്തായാലും ഈ പോക്കറ്റ് കാലിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫിക്സഡ് ചാർജിലും മാറുന്നുണ്ട്, ഓരോ യൂണിറ്റിലും ഈ നിരക്കാണ് മാറുന്നത്. ഇനി ഓരോരുത്തർക്കും ഒരുപക്ഷെ നിലവിൽ എത്രയാണ് ഒരു യൂണിറ്റിന് ഈടാക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയാലേ എങ്ങനെയാണത് ബാധിക്കുക എന്ന് മനസ്സിലാവുകയുള്ളൂ. അതായത് ഇപ്പോൾ
സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ 200 മുതൽ 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വീട്, സാധാരണ സംവിധാനങ്ങളുമെല്ലാം ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ വന്നുകൊണ്ടിരുന്ന ബില്ല് അതിൽ 130 രൂപ ഫിക്സഡ് ചാർജ് എന്നുള്ളത് 145. അപ്പോൾ തന്നെ ഫിക്സഡ് ചാർജിൽ 15 രൂപ വർദ്ധിക്കുന്നു. ഒപ്പം അതിന് ഒരു യൂണിറ്റിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 8 രൂപ 35 പൈസയാണ്. അതിൽ വീണ്ടും അതാണ് ഒരു യൂണിറ്റിൻ്റെ പൈസ. അതിൽ ഇനി 16 പൈസ കൂടി കൂടും. അതായത് 8 രൂപ 51 പൈസയായി ഒരു യൂണിറ്റിൻ്റെ നിരക്ക് ഉയരും. അത് വെച്ചിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിൽ മറ്റ് സിംഗിൾ ഫേസ് ആണെങ്കിൽ ആണ് ഈ 130 രൂപ എന്നുള്ളത്. സിംഗിൾ ഫേസ് ആണെങ്കിലാണ് 145. ഡബിൾ ഫേസ് ആണെങ്കിൽ ക്ഷമിക്കണം 3 ഫേസ് ആണെങ്കിൽ അത് 220 എന്നുള്ള നിലയ്ക്ക് കൂടി ഉയരും. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസിലുള്ള കണക്ഷനിലാണെങ്കിൽ 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഫിക്സഡ് ചാർജ് 145, അവരുടെ യൂണിറ്റ് ചാർജ് 8 രൂപ 51 പൈസ. ഒപ്പം ഇത് 250 വരെ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ അവരുടെ ഫിക്സഡ് ചാർജ് 220 ഉയരാൻ പോകുന്നു. എന്തായാലും പോക്കറ്റ് കാലിയാവും, സാധാരണ ജനങ്ങൾക്ക് അത് ബാധിക്കുകയും ചെയ്യും. മന്ത്രി പറയുന്ന പോലെയല്ല, എന്തായാലും അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അടുത്ത ബില്ല് കിട്ടുമ്പോൾ ഇതനുസരിച്ചുള്ള നിരക്കായിരിക്കും നമ്മൾ നൽകേണ്ടത് അല്ലേ? തീർച്ചയായും ഇതനുസരിച്ചുള്ള ബില്ല് തന്നെയായിരിക്കും ഒരു സാധാരണ എന്തായാലും നൽകേണ്ടി വരിക. നമ്മൾ കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഒരുപക്ഷെ 100 രൂപ 100 യൂണിറ്റ് ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഫിക്സഡ് ചാർജ് 75 രൂപ എന്ന നിലയിലേക്ക് വരും. അവർ ഒരു മാസം ഒരു മാസത്തെ അവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 4 രൂപ 15 പൈസയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. അത് 4 രൂപ 31 പൈസയായി ഉയരും. സ്വാഭാവികമായി 100 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് 431 രൂപ യൂണിറ്റിന് മാത്രം ചിലവാകും. പ്ലസ് 75 രൂപയും കൂടി ചേർത്ത് 500 മുകളിൽ 431 75 കൂടി ആകുമ്പോൾ 506 രൂപ എന്ന നിലയിലേക്ക് അവരുടെ ചാർജ്, അതായത് കഴിഞ്ഞ മാസം വരെ 415 രൂപ അടച്ചുകൊണ്ടിരുന്ന ആൾ അടുത്ത മാസം മുതൽ 501 രൂപ എന്ന നിലയിലേക്ക് മാറും. ഇതാണ് ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ നിരക്ക് വർധന സാധാരണക്കാരെ ബാധിക്കാൻ പോകുന്നത്. അനുജ, ഉമേഷ്, ഇതിൽ ചില ആവശ്യങ്ങൾ കൂടി KSEB മുന്നോട്ട് വച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സമ്മർ താരിഫ്, വേനൽക്കാലത്ത് താരിഫ് നടപ്പാക്കണമെന്നുള്ളത്. മറ്റൊന്ന് സമയം നോക്കി രാവിലെയും രാത്രിയും പലതരത്തിൽ ബില്ല് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന്. ഈ രണ്ട് കാര്യത്തിലും എന്താണ് സർക്കാരിൻ്റെ നിലപാട്? നിലവിൽ അത് രണ്ടും അംഗീകരിച്ചിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷൻ അത് രണ്ടും അംഗീകരിച്ചിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ 10 പൈസ എങ്കിലും, അതായത് സമ്മർ ചാർജ്, അതായത് അടുത്ത ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കറണ്ട് ബില്ലിൽ നിലവിൽ നിശ്ചയിക്കുന്ന യൂണിറ്റിന് പുറമേ 10 പൈസയെങ്കിലും പരമാവധി കൂട്ടണമെന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് സമ്മർ താരിഫായി. പക്ഷേ അത് അംഗീകരിച്ചില്ല. സമ്മർ താരിഫ് വേണ്ട എന്നുള്ള നിലപാട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ എടുത്തിരിക്കുന്നു. അത് പബ്ലിക് ഹിയറിംഗ് കൂടി നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. അത്തരത്തിൽ സമ്മർ താരിഫ്, അതായത് ഏറ്റവും കൂടുതൽ വൈദ്യുത ഉപഭോഗമുള്ള സമയമാണ് ഈ ഒരുപക്ഷെ ചൂട് കൂടുന്ന ഈ സമയങ്ങൾ. ജനുവരി കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങും. ഓരോ പകലും AC ഉപയോഗിച്ച് കൊടുക്കും, രാത്രിയും AC ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. സ്വാഭാവികമായി രാത്രിയെല്ലാം വലിയ രീതിയിലുള്ള ഒരു പവർ കൺസപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടാകും. അത് പ്രത്യേകിച്ച് ഒരുപക്ഷെ 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം അതേ രീതിയിൽ എല്ലാ ദിവസങ്ങളും, സമ്മറോ മറ്റ് ദിവസങ്ങളോ എന്നില്ല, അതും ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ള സമയം വൈകിട്ട് 6 മണി മുതൽ രാത്രി 10-11 മണി വരെയാണ്. ആ സമയത്ത് പ്രത്യേകം കുറച്ചുകൂടി ചാർജ് ഈടാക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. അതും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫലത്തിൽ ചാർജ് വർധന നിലവിൽ വന്നു. അത് ഈ 2 ചാർജ് കൂടി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് ഒരാൾ പോകേണ്ടി വരും. പക്ഷേ എന്തായാലും കുടുംബ ബഡ്ജറ്റിൽ നേരിയ വർധന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അടച്ചുകൊണ്ടിരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ 100 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കയ്യിൽ ഒരു മിനിമം ഒരു 40 രൂപ 50 രൂപയെങ്കിലും മിനിമം അധികമായി അടയ്ക്കേണ്ടി വരും. അത് സാധാരണ ഒരു വീട്ടിൽ 200 യൂണിറ്റൊക്കെയാണ്. സ്വാഭാവികമായി ഫിക്സഡ് ചാർജ് അടക്കം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100 രൂപ എങ്കിലും അധികം ബില്ലിൽ വരും. അത് 2 മാസത്തെ ഒന്നിച്ച് വരുമ്പോൾ അത് 200 രൂപയാകും. സാധാരണ ഇപ്പോൾ 2 മാസം ഒന്നിച്ചാണ് ബില്ല് ഈടാക്കുന്നത്. അതിൽ അപ്പോൾ ബില്ല് വരുന്നത് നമ്മൾ കഴിഞ്ഞ മാസം അടച്ചതിനേക്കാൾ ഒരുപക്ഷെ 200-250 രൂപ വരെ ഒരു വ്യക്തിക്ക്, അത് ഒരുപക്ഷെ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ മാസം അടച്ചതിനേക്കാൾ 200 രൂപ അധികം ബില്ലായി വരും എന്നുള്ളതാണ് പ്രാഥമികമായി ഈ കണക്കിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് യൂണിറ്റിന് 16 പൈസയുടെ വർധനയാണ് നിലവിൽ വരുത്തിയിട്ടുള്ളത്. എന്നാൽ അടുത്ത ഏപ്രിലിൽ
വീണ്ടും വർധനയുണ്ടാകും എന്നതുകൂടി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വില വർധന പ്രാബല്യത്തിലായി കഴിഞ്ഞു, നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മാസം മുതൽ. അതായത് അടുത്ത ബില്ല് വരുമ്പോൾ നമ്മൾ ഇതനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി ബില്ലാകും നൽകേണ്ടത് എന്നതാണ്. 100 യൂണിറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ 100 രൂപ 200 രൂപയുടെയൊക്കെ വ്യത്യാസം കൂടുതൽ നൽകേണ്ടി വരും എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്നതിൽ തർക്കമില്ല. ഉമേഷ്, ഇതിൽ നമുക്കറിയാവുന്നതുപോലെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഈ 1ഉം 2ഉം സർക്കാരുകൾ 5 തവണ, 5ാമത്തെ തവണയാണിത്. 2017, 2019, അത് കഴിഞ്ഞ് 2022 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് അങ്ങനെ 5 തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ വീണ്ടും സപ്ലൈകോയിലൊക്കെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. KSEB ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. പിന്നീട് റെഗുലേറ്ററി അതോറിറ്റിയുമായൊക്കെയുള്ള പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ. ഒടുവിൽ 16 പൈസ എന്നതിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നലെ മുതൽ തന്നെ ഈ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിലിൽ വീണ്ടും നിരക്ക് വർധനയുണ്ടാകും എന്നുള്ളതാണ്. ഇത് ചെറിയ വർധന എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. നേരത്തെ രാവിലെ 24നോട് പറയുമ്പോൾ മന്ത്രി പറഞ്ഞത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള വർധനയാകും എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. യൂണിറ്റിന് 16 പൈസ കൂടാതെ ഫിക്സ് ചാർജിലും വർധന.